മരട് PS മിഷൻ ആശുപത്രിയും ക്രൗൺ പ്ലാസ ഹോട്ടലും സംയുക്തമായി 21ാം ഡിവിഷൻ സംഘടിപ്പിച്ച ഫ്രീ മെഡിക്കൽ ക്യാമ്പ് മരട് മുത്തേടം പള്ളി ഹാളിൽ വെച്ച് റവറൻ ഫാദർ ഷൈജു തോപ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൗൺസിലർ ജെയിനി പീറ്റർ അധ്യക്ഷത വഹിച്ചു. വിവിധ ആരോഗ്യ വിഭാഗത്തിലെ ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ചു. ഗിവിംഗ് ഫോർ ഗുഡ് എന്നുള്ള ആ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമാണ്, CSR പ്രോജക്റ്റിൻ്റെ ഭാഗമാണ്. ഹോട്ടൽസിന് അവർ ഉണ്ടാകുന്ന ആ ലാഭത്തിൻ്റെ ഒരു വിഹിതം സമൂഹത്തിൻ്റെ നന്മയ്ക്കായിട്ട് കൊടുക്കാനായിട്ട് അവർ കടപ്പെട്ടവരാണ്. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യുന്നുണ്ട്. പിന്നെ കൗൺസിലർ തീർച്ചയായിട്ടും ഇതൊക്കെ നമുക്ക് ചെയ്തു തരാൻ ബാധ്യസ്ഥയാണ് അല്ലേ. അപ്പോൾ ഇറ്റ്സ് പാർട്ട് ഓഫ് ഹർ ഡ്യൂട്ടി. ഇതെല്ലാം ചെയ്യുന്നത് അവർക്ക് ഇപ്രകാരം ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സമൂഹത്തിന് കൂടുതൽ നന്മ കൈവരും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ നന്മയ്ക്കായിട്ട് നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും അഭിവാദനങ്ങളും നിങ്ങളുടെ ഈ നല്ല പ്രോഗ്രാമിന്, ഗിവിംഗ് ഫോർ ഗുഡ് എന്നുള്ള ആ പ്രോഗ്രാമിന് ക്രൗൺ പ്ലാസയ്ക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഇതിന് സഹകരിക്കുന്ന നമ്മളുടെ PS മിഷൻ ഹോസ്പിറ്റലിനെ പ്രത്യേകമായിട്ട് അതിൽ അഭിനന്ദിക്കുക കൂടിയാണ്. ഇതിൽ ഇനി ഒരു മുഖ്യ പ്രഭാഷണമുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ക്യാമ്പിൻ്റെ ഏറ്റവും വലിയ ആകർഷണം നിങ്ങൾക്ക് ഡോക്ടേഴ്സുമായിട്ട് സംസാരിക്കാൻ കുറച്ചുകൂടി സമയം കിട്ടും എന്നുള്ളതാണ്. കിട്ടുമല്ലേ സിസ്റ്റർ? കാരണം ഡോക്ടേഴ്സിനൊന്നും സമയമില്ല ഇങ്ങനൊന്ന് കേൾക്കാനായിട്ട്. അപ്പോൾ ഇവിടെ കുറച്ചുകൂടി സമയം നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ കാര്യങ്ങൾ അവരുമായിട്ട് സംസാരിക്കുക, അവർ പറയുന്നത് കേൾക്കുക, അനുസരിക്കുക. അങ്ങനെ നല്ല ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി അനുവാദത്തോടുകൂടി ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്ദി ഫാദർ. 6ാമത്തെ മെഡിക്കൽ ക്യാമ്പാണ് സംഘടിപ്പിക്കുന്നത്. അതിൽ 3 മെഡിക്കൽ ക്യാമ്പ് ഞങ്ങൾ ക്രൗൺ പ്ലാസയുമായി സഹകരിച്ചുകൊണ്ടാണ് നടത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും അറിയാം മെഡിക്കൽ ക്യാമ്പ് ഏതെല്ലാം തരത്തിൽ സമൂഹത്തിന് പ്രയോജനകരമാകുമെന്നാണ്. ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമുക്ക് വേണ്ട കുട്ടികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങളും ലൈബ്രറി ബുക്സും ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയുണ്ടായി. അതോടൊപ്പം തന്നെ 16 ഡിവിഷനിൽ ഞങ്ങൾ 150-200ഓളം ഫുഡ് കിറ്റുകൾ വിതരണം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇന്നിവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലോത്ത് ഡൊണേഷനുണ്ട്. അങ്ങനെ ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ട്. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞങ്ങളുടെ HR ഹെഡ് അത് വിവരിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും ക്രൗൺ പ്ലാസ കുടുംബത്തിൻ്റെ ഒരു ഭാഗമാകാനായിട്ട് സാധിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ പതിവ് പോലെ എല്ലാം ഒരുക്കി തന്നത് നമ്മളുടെ പ്രിയങ്കരനായ വികാരി അച്ഛനാണ്. ഏത് കാര്യത്തിന് അച്ഛൻ്റെ സപ്പോർട്ട് എനിക്ക് എന്ത് പ്രവർത്തനം നടത്തുമ്പോഴും അച്ഛൻ അത് ഓക്കെ എന്നേ പറഞ്ഞിട്ട് നിങ്ങൾ കൂടുതൽ ഇത്രയും കൂടി ഫ്രീ ആയിട്ട് ഡോക്ടേഴ്സിനോട് സംസാരിക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കും. അത് ഈ ഒരു അവസരം നിങ്ങൾ അതിനുവേണ്ടി പ്രയോജനപ്പെടുത്തണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഹെൽത്ത് ഈസ് വെൽത്ത്. സർവ്വധനത്തിനേക്കാളും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആരോഗ്യം. അപ്പോൾ ഈ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നാം എത്രയും അധികം ശ്രദ്ധിക്കണം. അതാണ് ഇപ്പോൾ കൗൺസിലറായ നമ്മുടെ ശ്രീമതി ജെയിനി പീറ്ററും ക്രൗൺ പ്ലാസയുടെ CSR പ്രോജക്റ്റും ഒക്കെ നമുക്ക് ഉന്നയിക്കുന്നത്. ഞാൻ നോക്കിയിട്ട് ജെയിനി പീറ്റർ പുള്ളിയുടെ ആ ഒരു വർക്ക്, പുള്ളിയുടെ പ്രവർത്തന പരിധിയിൽ നിന്നുകൊണ്ട് വളരെയേറെ ക്യാമ്പുകൾ സംഘടിപ്പിച്ചതായിട്ട് എനിക്കറിയാം. പുള്ളിക്ക് ചുറ്റുമുള്ള പുള്ളിയുടെ ആ പരിധിയിലുള്ളവർക്ക് വേണ്ടി എത്രയും അധികമായിട്ട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഒപ്പം കൂടെയുള്ള റഹ്മത്ത് പോലെയുള്ള സാമൂഹ്യ പ്രവർത്തകർ, ചുറ്റുമുള്ള ഈ ആരോഗ്യ പ്രവർത്തകർ, പിന്നെ ഈ സമൂഹത്തിന് വേണ്ടി ജോലി ചെയ്യുവാൻ, സേവനം ചെയ്യുവാൻ, അധ്വാനിക്കാൻ ജീവിതം കാഴ്ചവെച്ചിരിക്കുന്ന ഒത്തിരി പേർ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഇടവയുടെ കീഴിൽ ഒത്തിരി പേരുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ജോസഫ് ഏട്ടൻ ജോലി അനിമയാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് എല്ലാ മെഡിക്കൽ ക്യാമ്പും നമുക്ക് ചെയ്ത് മരട് ഉള്ള ആൾക്കാർക്ക് വേണ്ടി ഫ്രീ ആയിട്ട് മെഡിക്കൽ ക്യാമ്പ് ചെയ്യാമെന്ന് സിസ്റ്ററാണ് പറഞ്ഞത്. താങ്ക് യു സിസ്റ്റർ ഫോർ എവറിത്തിങ്. ആൻഡ് ഈ ഹാള് തന്നെ ഫാദറാണ് ജെയിനിയോട് പറഞ്ഞത് നമുക്ക് കൊടുക്കാം, ഇത് മെഡിക്കൽ ക്യാമ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ദിവസം നമുക്ക് ഇവർക്ക് വേണ്ടി കൊടുക്കാമെന്ന്. താങ്ക് യു ഫാദർ, താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. നമുക്ക് ഈ ഹാള് തന്നതിനും ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് എല്ലാവരും ഈ സപ്പോർട്ടിന് വേണ്ടി വന്നത് താങ്ക് യു സോ മച്ച്. അപ്പം ആദ്യമേ
നമ്മുടെ ആരോഗ്യമാണ് നമുക്ക് മുൻതൂക്കം കൊടുക്കേണ്ടത്. ഓക്കെ, സ്ത്രീകൾ പൊതുവേ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കും, പക്ഷേ സ്വന്തം കാര്യം നോക്കത്തില്ല. അപ്പം എനിക്ക് സന്തോഷമുണ്ട് കുറേ സ്ത്രീകൾ വന്നതിന്. ഓക്കെ, അപ്പം നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ നോക്കണം എല്ലാവരും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, താങ്ക് യു സോ മച്ച് എല്ലാവരും വന്നതിന്. നന്ദി, നമസ്കാരം.